ഫിഷറീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ ഫിഷറീസ് സർവകലാശാലയിലെ എസ്എഫ്ഐ വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കൂട്ടത്തോടെ റാങ്ക് കിട്ടിയത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫിഷറീസ് ഡയറക്ടർ നൽകിയ കത്ത് ഫിഷറീസ് വകുപ്പ് പൂഴ്ത്തി. ഫിഷറീസ് വകുപ്പിലെ ഗസറ്റഡ് തസ്തികയായ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരായി നിയമനം ലഭിച്ച 42 പേരിൽ 38 പേരും ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ഉടൻ ആദ്യമായി PSC പരീക്ഷ എഴുതിയവരാണ്. ഉയർന്ന റാങ്ക് കിട്ടി നിയമനം ലഭിച്ചവരിൽ എസ്എഫ്ഐ യൂണിയൻ ചെയർമാൻ, സെക്രട്ടറി, യൂണിവേഴ്സിറ്റി കൗൺസിലർ എന്നിവരും ഉൾപ്പെടുന്നു. 7000-ഓളം പേരാണ് അപേക്ഷകരായി ഉണ്ടായിരുന്നത്. സുവോളജി, അക്വാട്ടിക് ബയോളജി, മറൈൻ ബയോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമോ BFSc ബിരുദമോ ആണ് യോഗ്യത. OMR പരീക്ഷയും ഇന്റർവ്യൂവും കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച 110 പേരുടെ റാങ്ക് പട്ടികയിൽ 42 പേർക്കാണ് ഇതിനകം നിയമനം ലഭിച്ചത്. PSCയുടെ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കൾക്ക് ഉയർന്ന റാങ്ക് കിട്ടിയത് നേരത്തെ വിവാദമായിരുന്നു. ഇതേ രീതിയിലാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ നിയമനം. കേരള, കാലിക്കറ്റ്, MG, കുസാറ്റ് തുടങ്ങിയ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ അപേക്ഷകർ ആയിരുന്നു. എങ്കിലും നിയമനം ലഭിച്ച 38 പേർ കുഫോസിൽ നിന്നും അടുത്തയിടെ പഠനം പൂർത്തിയാക്കിയവരാണ്. ഇവരിൽ കുഫോസിലെ SFIയിലെ സെക്രട്ടറി ബാലു ശേഖർക്ക് 2ാം റാങ്ക് കിട്ടി. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ശ്രുതി ജോയിക്ക് 8ാം റാങ്കാണ്. ചെയർമാൻ RS അഖിലിന് 38ാം റാങ്കും നേടി. റാങ്ക് പട്ടികയിലുള്ള 110 പേരിൽ 93 പേരും കുഫോസിലെ വിദ്യാർത്ഥികളാണ്. കുഫോസിലെ മുൻ രജിസ്ട്രാർ, നിലവിലെ രജിസ്ട്രാർ, കേരള സർവകലാശാലയിലെ CPM അധ്യാപക സംഘടനാ സെക്രട്ടറി കൂടിയായ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിവരായിരുന്നു ഇന്റർവ്യൂ ബോർഡിലെ അംഗങ്ങൾ. എഴുത്തു പരീക്ഷയിൽ കുഫോസിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം കൂടുതൽ മാർക്ക് ലഭിച്ചു. ഇവർ റാങ്കിൽ മുന്നിലെത്തിയതിലെ ദുരൂഹത ഏറെ ആക്ഷേപങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ചോദ്യപേപ്പർ തയ്യാറാക്കിയത് കുഫോസിലെ തന്നെ അധ്യാപകരാണെന്ന വിവരമാണ് പുറത്തുവരുന്നത്. കുഫോസിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഭാരവാഹികളായ ഫിഷറീസ് വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരും സർവകലാശാല അധ്യാപകരും എഴുത്തു പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരങ്ങൾ എഴുതുവാനുള്ള പ്രത്യേക പരിശീലനം നൽകിയതായുള്ള വാട്സാപ്പ് സന്ദേശങ്ങളുമുണ്ട്. പരിശീലകരായ അധ്യാപകരുമായുള്ള വിദ്യാർത്ഥികളുടെ ബന്ധങ്ങളും ആരോപണങ്ങൾക്ക് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി PSCയിലെ വിവിധ എഴുത്തു പരീക്ഷകളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നവരും ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്ന അംഗങ്ങളിൽ ഏറെയും CPM സംഘടനകളിൽപ്പെട്ടവരാണെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. PSC തയ്യാറാക്കുന്ന പാനലിലുള്ള 3 പേരെ കൊണ്ട് ചോദ്യപേപ്പർ തയ്യാറാക്കിയ ശേഷം അതിൽ നിന്നാണ് ചോദ്യപേപ്പർ തെരഞ്ഞെടുക്കുന്നത്. ചെയർമാനാണ് ചോദ്യകർത്താക്കളെ തീരുമാനിക്കുന്നത്. നിശ്ചയമായും CPM അനുഭാവികളായ ചോദ്യകർത്താക്കളിൽ നിന്നും ഏകദേശം ചോദ്യങ്ങൾ ചോർത്തി ലഭിക്കുമ്പോൾ പരിശീലകർക്ക് ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി പരിശീലനം നൽകാൻ സഹായകമാവും. അപേക്ഷകരായ ഡോക്ടറേറ്റ് നേടിയവരുൾപ്പെടെ മറ്റ് സർവകലാശാലകളിൽ പഠിച്ച് ബിരുദം നേടിയവർ പിന്തള്ളപ്പെടുക സ്വാഭാവികമാണ്. മറ്റ് സർവകലാശാലകളെ അപേക്ഷിച്ച് കുഫോസിലെ BFSc ബിരുദക്കാർ മാത്രമാണ് ജോലി ലഭിക്കാൻ കൂടുതൽ യോഗ്യരെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമം നടന്നു. BFSc ബിരുദക്കാർക്ക് മാത്രം ഫിഷറീസ് വകുപ്പിൽ ജോലി ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പിലെ ചില CPM അനുഭാവികളായ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ തിരിമറി ആസൂത്രണം ചെയ്തതിന് പിന്നിൽ എന്നാണ് സൂചന. പഠനം പൂർത്തിയാക്കിയ ഉടൻ ഗസറ്റഡ് തസ്തികയിൽ നിയമനം ലഭിച്ച യുവാക്കളായ SFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവരായിരിക്കും വരുന്ന 3 ദശാബ്ദം ഫിഷറീസ് വകുപ്പിന്റെ തലപ്പത്ത്. ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നിയമനങ്ങളിൽ തിരിമറിയുണ്ടെന്ന ഉദ്യോഗാർത്ഥികളുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണം ആവശ്യപ്പെട്ട് ഫിഷറീസ് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ ഫിഷറീസ് വകുപ്പ് മേൽ നടപടിയെടുക്കാൻ തയ്യാറായില്ല. മാത്രമല്ല, അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയ ഡയറക്ടർ അദീല അബ്ദുള്ള IASനെ ഡയറക്ടർ പദവിയിൽ നിന്നും മാറ്റി. അന്വേഷണം സംബന്ധിച്ച ഫയൽ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുകയാണ്. നിയമനം അന്വേഷണ വിധേയമാക്കണമെന്ന ശുപാർശ നിലനിൽക്കെ സർക്കാർ മറ്റൊരു ഡയറക്ടറെ നിയമിച്ച് വിവാദ പട്ടികയിൽ നിയമനം ലഭിച്ച എല്ലാ പേരുടെയും പ്രൊബേഷൻ അംഗീകരിക്കുകയായിരുന്നു.